പാനലുകളായ ആളുകൾക്കും അതുപോലെ തന്നെ കേൾക്കുന്നവർക്കും എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്, അതൊരു തെറ്റായ കാര്യമാണ് എന്നത്. പക്ഷേ അത് എത്രത്തോളം നമ്മളെ ഇവിടെ നടുക്കിയിട്ടുണ്ട്, ഈ ഒരു സമൂഹത്തിനെ മൊത്തത്തിൽ അത് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നത് നമ്മുടെ ഒരു ഒന്നാമത്തെ വീഡിയോയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അപകടം കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഒരു ചെറിയൊരു ഷോട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ആ ഒരു ഇതിന് ശേഷം നമ്മുടെ ചർച്ചയിലേക്ക് ഒരു നാടിനെ ഒന്നാകെ നടുക്കി 25 വയസ്സ് മാത്രം പ്രായമുള്ള ആഷിക്ക് ലഹരിക്കടിമയായിരുന്നു. ഈ ദുസ്വഭാവം ആഷിക്കിനെ ബാംഗ്ലൂരിലെ ഡി അഡിക്ഷൻ സെന്ററിലെത്തിച്ചു. കുറച്ചു നാളുകൾക്കു ശേഷമെങ്കിലും തൻ്റെ മകൻ ലഹരിയിൽ നിന്ന് മോചിതനായി തിരിച്ചു വരുമെന്ന് കൊല്ലപ്പെട്ട സുബൈദ പ്രതീക്ഷിച്ചു കാണണം. പക്ഷേ ആഷിക്ക് വീട്ടിലെത്തിയത് സ്വന്തം അമ്മയുടെ ജീവനെടുക്കാനായിരുന്നു. ബ്രെയിൻ ട്യൂമർ ശസ്ത്രക്രിയ കഴിഞ്ഞ് താമരശ്ശേരി കൈതപ്പോയിലെ സഹോദരിയുടെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു സുബൈദ. അമ്മയെ കാണാനായി ആഷിക്ക് എത്തിയത് സഹോദരിയുടെ വീട്ടിലേക്കായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഒരു പ്രശ്നവും കാണിക്കാത്ത ആഷിക്ക് ഇന്ന് ഉച്ചയ്ക്കാണ് തൊട്ടടുത്ത വീട്ടിൽ നിന്നും തേങ്ങ പൊളിക്കാനെന്ന വ്യാജേനെ അരിവാൾ കത്തി വാങ്ങിയത്. അതുപയോഗിച്ച് സുബൈദയെ വെട്ടിക്കൊലപ്പെടുത്തി. വീട്ടിലുള്ള ആളുകളെ സൗണ്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കണ്ടൊരു കാഴ്ച, ഈ ഒരു വാർത്ത കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഈ ഒരു പ്രശ്നം എന്നത് ഈ ഒരു സമൂഹത്തിനെ തന്നെ മൊത്തത്തിൽ ബാധിച്ചിട്ടുണ്ട്. ഇതൊരു ഉപയോഗിക്കുന്ന ഒരു കുട്ടിയുടെ വീട്ടിൽ ഒരു അമ്മ സ്വസ്ഥമായി ഉറങ്ങുന്നില്ല, ഒരു സഹോദരി സ്വസ്ഥമായി ഉറങ്ങുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കിതിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ആഴം എന്ന് പറയുന്നത് വ്യാപ്തമാണ്. നമ്മുടെ ഒരു പാനലിസ്റ്റിൽ നിന്ന് നമുക്ക് സാറിലേക്ക് വരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനോട് ഒരു ഫസ്റ്റ് പ്രതികരണം ബഹുമാനായ പ്രസിഡന്റ് നസീർ വള്ളക്കടവിലേക്കാണ് നമ്മൾ പോകുന്നത്. സാർ, എന്താണ് അതിൽ? ബഹുമാനിയ സുഹൃത്തുക്കളെ, സമൂഹത്തിൽ നിലനിൽക്കുന്ന തിന്മകൾക്കെതിരെ മതം നോക്കാതെ, വർഗം നോക്കാതെ, ജാതി നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ പ്രതികരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരാളും, അഥവാ ബുദ്ധിയുടെ അംശം അവശേഷിക്കുന്ന ഒരാൾ പോലും ഒരിക്കൽ കൂടി കാണാൻ ആഗ്രഹിക്കാത്ത ഒരു വാർത്തയാണ്, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കാത്തൊരു വാർത്തയാണ് നമ്മൾ ഈ കണ്ടത്. ഈ ഭയാനകമായ ചെയ്തിയെ സൂചിപ്പിക്കാൻ വാക്കുകൾ വിരളമാണ്. മൃഗീയം എന്നിതിനെ പറഞ്ഞാൽ അത് മൃഗങ്ങളെ ആക്ഷേപിക്കുന്നതിനും ഒരു പരിധിയുണ്ട്. അത്രത്തോളം ഭയാനകമായ ഒരു വാർത്തയാണ് നമ്മൾ ഈ കേൾക്കുന്നത്. സ്വന്തം കൊലയാളിയെ 10 മാസം ചുമന്ന് പ്രസവിക്കേണ്ടി വന്ന ഒരു അമ്മയുടെ ദുരാവസ്ഥ ലോകത്ത് ഒരു സ്ത്രീക്കും ഉണ്ടാകാതിരിക്കാൻ നമുക്കിതിന് ശേഷമുള്ള കേരളം എന്ത് ചെയ്തു എന്നൊരു ചോദ്യം പ്രസക്തമാണ്. നമുക്കറിയാം, ഇത് കേവലം 1 or 2 ഉദാഹരണങ്ങളല്ല, ആയിരക്കണക്കിന് ഉദാഹരണങ്ങളിൽ ഒന്ന് മാത്രമാണ് നമ്മളീ കണ്ടത്. കഴിഞ്ഞ 1.5 വർഷത്തിനിടയ്ക്ക് മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിന് ഡി അഡിക്ഷൻ സെൻ്ററിൽ അഡ്മിറ്റ് ചെയ്തത് 4000 പേരെയാണ്. ഈ 4000 പേരിൽ അധികവും 18 വയസ്സിന് താഴെയുള്ളവരാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ഗൗരവത്തിലാണ് ഇത് കാണേണ്ടത് എന്ന് നാം മനസ്സിലാക്കണം. അതെ, കലാലയങ്ങളെ കൊലാലയങ്ങളാക്കുവാൻ ലാഭേച്ഛ ഒരു കാരണമാകുന്നുണ്ട് എന്നുള്ളതും നമ്മൾ വിസ്മരിക്കരുത്. അത്രയും മാത്രം പ്രശ്നം ഈ ഒരു സമൂഹത്തിൽ. ഒരു 3-4 സ്കൂള്, ആ ഒരു സ്കൂളിൽ ഒരു 4000 കുട്ടികൾ എന്നതൊക്കെ നമ്മുടെ നാട്ടിൽ സുലഭമായി കാണുന്ന ഒരു സ്കൂളിൽ ഒരു 2000 കുട്ടികൾ, ഒരു 2-3 സ്കൂളുകൾ ചേർത്താൽ ഒരു നല്ലൊരു ധാർമ്മിക ബോധമുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുന്ന വിഷയത്തിൽ ധാർമ്മികമായ പൗരന്മാരുണ്ടായി വരേണ്ട ഒരു മേഖലയിൽ എത്രത്തോളം കുട്ടികൾ ഉണ്ടാകണോ അതുപോലെ ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ ഈ അടുത്ത് 4000 കുട്ടികളെ അഡ്മിറ്റ് ചെയ്തു എന്നും അതിൽ നിന്ന് ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ നിന്ന് പോലും പല ആളുകളും റിക്കവറായിട്ട് വരുന്നില്ല. അതിൻ്റെ ഒരു കാഴ്ച നമ്മളിപ്പോൾ കണ്ടത്. ഡി അഡിക്ഷൻ സെൻ്ററിൽ നിന്ന് പോലും വരുന്നു, ബ്രെയിൻ ഹ്യൂമർ ബാധിച്ച ഒരു അമ്മയെ പിന്നീട് തനിക്ക് ലഹരി ഉപയോഗിക്കാൻ വേണ്ടി പൈസ കിട്ടാത്തതിൻ്റെ പേരിൽ ഒരു അരിവാള് അപ്പുറത്തുനിന്ന് കടം വാങ്ങിക്കൊണ്ട് കൊല്ലുന്ന ഒരു മൃഗീയത, അങ്ങനെ തന്നെ നമുക്കിതിനെ പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയോട് നമ്മുടെ ബഹുമാനായ യൂത്ത് പ്രസിഡന്റിനെ, കോൺഗ്രസിൻ്റെ പ്രസിഡന്റിലേക്ക്, ഈ പാനലിലേക്ക് സ്വാഗതം ചെയ്യണം. അദ്ദേഹത്തിനോടാണ് ചോദിക്കാനുള്ളത്. സർ, ഈ ഒരു പ്രസ്ഥാനം ഇവിടെ കേരളത്തിൽ തന്നെ ഒരു പ്രസ്ഥാനമാണ്, ഇന്ത്യയിൽ തന്നെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു ഭാഗമാണ് അദ്ദേഹം. നിങ്ങൾ അതിൽ യുവജന വിഭാഗത്തിൻ്റെ തിരുവനന്തപുരം ജില്ലയുടെ അധ്യക്ഷനാണ്. സർ, എങ്ങനെയാണ്
ഇത്തരത്തിലുള്ള ഒരു മൃഗീയമായ ഒരു അവസ്ഥയിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ഞങ്ങൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ്. നമുക്ക് മുമ്പൊക്കെ ലഹരി ഉപയോഗിക്കരുത്, ലഹരി ഉപയോഗിച്ചാൽ ഭാവിയിൽ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്തവർ അമ്മയെ പോലും വെട്ടിക്കൊല്ലുന്ന രീതിയിലേക്ക് നമ്മൾ യുവസമൂഹം മാറുമെന്ന് നമ്മൾ പറഞ്ഞു പഠിപ്പിച്ച് ഭയപ്പെടുത്തുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ 3 ദിവസമായി 4 ദിവസമായി നമ്മൾ കാണുന്നത് നമ്മൾ പറഞ്ഞത് നടപ്പിലായി എന്നുള്ള രീതിയിലാണ്. ഞാൻ മനസ്സിലാക്കുന്നത് പ്രതിപക്ഷ നേതാവ് പറവൂരിലെ അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിൽ 4 പേരെയാണ് ക്രൂരമായി വെട്ടിക്കൊല്ലപ്പെടുത്തുന്നത് ലഹരിയിൽ അടിമപ്പെട്ടുകൊണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഇവിടെ നമുക്ക് തടുക്കാൻ കഴിയാത്ത രീതിയിൽ ലഹരി മാഫിയും അതുപോലെ തന്നെ ഈ പറയുന്ന രീതിയിലുള്ള ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അധികാരികളും ഭരണകൂടവും എല്ലാം അവരുടെ നിയന്ത്രണത്തിലേക്ക് അകപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് ഇനി ഇത് എങ്ങനെ തടയാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചർച്ചകൾ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഇതുപോലൊരു വേദി പോലും ആ ലഹരിക്കെതിരെ അല്ലെങ്കിൽ അതിനെതിരെയുള്ള ഒരു പടയോട്ടമാണ്, ഒരു ചെറുത്തുനിൽപ്പാണ് എന്നുള്ള രീതിയിൽ വലിയ സന്തോഷം തോന്നുകയാണ്. നമുക്കറിയാം ഇതൊരു നീക്കമാണ്, ഇതൊരു പോരാട്ടമാണ്. നമുക്ക് ഒരുമിച്ച് നിന്ന് പോരാടേണ്ട ഒരു സമയം തന്നെയാണ്, ഒരു തർക്കവുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ അമ്മയെ വെട്ടിക്കൊന്ന ആ കുട്ടിയുടെ പ്രായം 25 വയസ്സാണ്. എങ്ങനെയാണ് 25 വയസ്സുള്ള കുട്ടി ഇത്രയും വലിയ ലഹരിയിൽ അല്ലെങ്കിൽ ഇത്രയും വലിയ ഈ പറയുന്ന സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഈ സബ്സ്റ്റൻസ് ഒക്കെ കഴിച്ച് പിന്നെ ഇങ്ങനത്തെ ഒരു മാനസിക അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇവിടെ ഞാൻ പറയുന്നത് ഈ 15ഉം 25ഉം വയസ്സിനിടയിലുള്ള കുട്ടികളാണ് ഏറ്റവും പെട്ടെന്ന് ആകൃഷ്ടരായി അവർ ഇത്തരത്തിലുള്ള കൃത്യത്തിലേക്ക് പോകുന്നത്. ഞാൻ പറയുന്നത് ആ 15ഉം 25ഉം വയസ്സ് എന്ന് പറയുന്നത് ശരിക്കും അവർക്ക് ബോധപൂർവം ഇനി ആളുകളെ കൊല്ലാൻ വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടല്ല അവർ വരുന്നത്. അവർ ഏത് വലയിലാണ് പെടുന്നത് എന്നുള്ളത് നിഷ്കളങ്കമായി പെടുന്നതായിരിക്കാം. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നമുക്കിതെങ്ങനെ തടയാമെന്ന് ചോദിച്ചാൽ നമുക്ക് ആ പ്രായത്തിൽ ഇത് എവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്നുള്ളതാണ് ആദ്യം കണ്ടെത്തുന്നത്. ഇത് തുടങ്ങുന്നത് സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നാണ്. ഞാൻ വളരെ തുറന്ന ഒരു ചർച്ചയായതുകൊണ്ട് തന്നെ പറയാം. ശരി, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായി എനിക്കൊരാൾ ലഹരി വെച്ച് നീട്ടുന്നത് എൻ്റെ സ്കൂൾ കല അല്ലെങ്കിൽ കാലഘട്ടത്തിലാണ്, +1 +2 കല കാലഘട്ടത്തിലാണ്. നിർഭാഗ്യം എന്ന് പറയട്ടെ, എൻ്റെ മുന്നിലേക്ക് ആ ലഹരി വെച്ച് നീട്ടുന്നത് എൻ്റെ ഏറ്റവും വലിയ ഉറ്റ സുഹൃത്താണ്. ഇവിടെ എൻ്റെ ഏറ്റവും വലിയ ഉറ്റ സുഹൃത്ത് വെച്ച് നീട്ടുമ്പോൾ അത് വേണ്ട എന്ന് പറയാൻ, നോ എന്ന് പറയാനുള്ള ഒരു ആർജവം എൻ്റെ ആ പ്രായത്തിൽ ഉണ്ടായെങ്കിൽ അതാണ് ഏറ്റവും വലിയ പ്രതിരോധം എന്ന് പറയുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് കുട്ടികൾക്ക് നോ പറയാനുള്ള, നമുക്ക് ഇംഗ്ലീഷിലൊരു വേർഡ് ഉണ്ട്, പിയർ പ്രഷർ പോയിന്റ് എന്ന് പറയും. അതായത് സമപ്രായക്കാരുടെ സമ്മർദ്ദം അതിജീവിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ 14, 15 അല്ലെങ്കിൽ 18 വയസ്സുള്ള കുട്ടികൾ അതൊരു ഗ്യാങ്ങായി മാറുന്നു. നിങ്ങളൊന്ന് സങ്കല്പിക്കുക, ഒരു ക്ലാസ് റൂമിൽ 40 പേരുണ്ട്. ആ 40 പേരിൽ ആ ക്ലാസ് റൂമിൽ ഒരു 10 പേർ 1 മുതൽ 10 റാങ്ക് മേടിക്കുന്ന മിടുക്കന്മാരായിരിക്കും. അതിനപ്പുറം കുറച്ച് കുട്ടികൾ കായികമായി ചിന്തിക്കുന്ന, കലാപരമായി ചിന്തിക്കുന്ന നല്ല കുട്ടികളുണ്ടാവും. അപ്പൊ ഈ കുട്ടികൾക്ക് സ്വാഭാവികമായി ടീച്ചർമാരുടെ കയ്യിൽ നിന്നും അധ്യാപകരുടെ കയ്യിൽ നിന്നും വലിയ അനുമോദനം കിട്ടും, വലിയ അപ്രീസിയേഷൻ കിട്ടും. അങ്ങനെ 40 പേരുള്ള ഒരു ക്ലാസ്സിൽ 20ഉം 25ഉം കുട്ടികൾക്ക് വലിയ അനുമോദനവും അപ്രീസിയേഷനും കിട്ടുമ്പോൾ ബാക്കിയുള്ള 20 കുട്ടികളുടെ ഉള്ളിലേക്ക് ഒരു അപകർഷതാബോധം, അവർ ഒറ്റപ്പെടുന്നു. അവർക്കല്ലെങ്കിൽ ആ കുട്ടിയിൽ അത്രയും കഴിവില്ല എന്നുള്ള രീതിയിലുള്ള വേർതിരിവ് അവിടെ തന്നെ ആരംഭിക്കുകയാണ്. നമുക്ക് 40 പേരെയും ഒരുപോലെ കാണാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് സമൂഹത്തിന്റെ കൂടെ ഡിഫറൻസിയേഷന്റെ ഒരു കാഴ്ചപ്പാട്. എന്തിനാണ് അവർ ലഹരിയിലേക്ക് കടന്നു ചെല്ലുന്നത്? അവർ ഒറ്റപ്പെടുമോ എന്നുള്ള ഭയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പിയർ പ്രഷർ പോയിന്റ് എന്ന് പറയുന്നത്. ഈ ഗ്യാങ് 20 പേരടങ്ങുന്ന ഒറ്റപ്പെടുന്ന ഒരു സംഘമുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ പറയുകയാണ്, ഇത് ഒരു തവണ നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ, വേറെ കുഴപ്പമില്ല എന്ന്, ഈ ലഹരി ഒന്നും പരീക്ഷിച്ച് നോക്കൂ, വേറെ അപകടമൊന്നും സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ ആ ഗ്യാങ്ങിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം, അല്ലെങ്കിൽ ആ കൂട്ടുകെട്ടിൽ നിന്ന് പുറത്തു പോകുമോ എന്നുള്ള ഭയം കൊണ്ട് താൻ ആ രീതിയിൽ അങ്ങനെ അല്ലെങ്കിൽ പുറത്തു പോകാൻ പാടില്ല എന്നുള്ള ഒരു സാധനത്തിൽ നിന്ന്, അല്ലെങ്കിൽ നമുക്കറിയാം തന്റെ ആണത്വം തെളിയിക്കേണ്ടത് ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് എന്ന് തന്റെ കൂട്ടുകാർക്കിടയിൽ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി നിഷ്കളങ്കമായി എടുക്കുന്ന തീരുമാനമാണ് സ്വാഭാവികമായി അതിനകത്ത് വീഴുകയും അത് ഉപയോഗിക്കുകയും ചെയ്തു. കുട്ടികൾ ഇതിലേക്ക് വീഴാനും അവരെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനത്തെ പ്രശ്നങ്ങൾ. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ എൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണ് എനിക്ക് ലഹരി വെച്ച് നീട്ടുന്നത്. പക്ഷെ ആ സുഹൃത്ത് എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ എൻ്റെ സീനിയേഴ്സ് എന്നെ റാഗ് ചെയ്തപ്പോൾ ആദ്യം ഫ്രണ്ടിൽ വന്ന് പ്രതിരോധിച്ചത് ആ സുഹൃത്താണ്. അപ്പോൾ ആ സുഹൃത്ത് ഒരിക്കലും എന്നെ കുഴിയിലാക്കാൻ വേണ്ടി തന്നതല്ല ഈ ലഹരി എന്ന നിഷ്കളങ്കതയോടുകൂടിയാണ് ഞാനത് കൈനീട്ടി മേടിക്കുന്നത്. പക്ഷേ എന്നെ എതിർക്കുന്ന, എന്നെ ശത്രുവായി കാണുന്ന ഒരാൾ എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന ഒരു ലഹരിയോ അല്ലെങ്കിൽ ഒരു മദ്യക്കുപ്പിയോ തന്നാൽ ഞാൻ ഉപയോഗിക്കില്ല. അതിനെ നശിപ്പിക്കാനാണെന്ന് എനിക്കൊരു ബോധ്യമുണ്ട്. പക്ഷെ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പോലും നിഷ്കളങ്കതയുടെ അല്ലെങ്കിൽ അങ്ങനെ കൊണ്ട് തരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നു ആ കൂട്ടുകെട്ട് നഷ്ടപ്പെടാൻ ചിന്തിക്കാൻ വേണ്ടി, ആ നിഷ്കളങ്കമായ പ്രായത്തിൽ. അപ്പോൾ ആ പ്രായത്തിൽ നമ്മൾ അവരെ നോ
പറയാൻ പഠിപ്പിക്കുക എന്നുള്ളത് വീടുകളിൽ നിന്നാണ്, സമൂഹത്തിൽ നിന്നാണ്. ഇനി വേറൊരു ഉദാഹരണം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഈ വേർതിരിവ് അവരെ ഒറ്റപ്പെട്ടു പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട സമൂഹം നമുക്കാണ്. ഈ നേരത്തെ പറഞ്ഞ ആ 25 വയസ്സുള്ള കുട്ടിയിൽ മാത്രമല്ല ചർച്ച ഒതുങ്ങേണ്ടത്. ആ കുട്ടി എങ്ങനെ ആ സാഹചര്യത്തിലെത്തി നമ്മൾ ന്യായീകരിക്കുകയല്ല. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ മെറിറ്റ് അവാർഡുകൾ കൊടുക്കാറുണ്ടല്ലേ, മികച്ച കുട്ടികൾക്ക് അവാർഡ് കൊടുക്കാറുണ്ട്. നമ്മൾ ആദ്യമേ നമ്മുടെ നാട്ടിൽ വിജയിച്ചു വരുന്ന 10-100 കുട്ടികൾക്ക് കൊടുക്കും. പക്ഷെ ആ നാട്ടിൽ 100 കുട്ടികൾ ജയിച്ചവർക്ക് നമ്മൾ മെറിറ്റ് അവാർഡ് കൊടുക്കുമ്പോൾ ആ ബാച്ചിലുള്ള തോറ്റൊരു കുട്ടിയും കൂടി അവിടെ കാണൂലേ? എന്തുകൊണ്ട് ആ കുട്ടിയെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല? നമ്മുടെ കരുതലുകളും നമ്മളെ അപ്രീസിയേഷനും അവാർഡുകളെല്ലാം ജയിക്കുന്നവരുടെ പിന്നാലെയാണ്. പക്ഷേ നിരാശ കൊണ്ട് വീട്ടിൽ തോറ്റുപോയൊരു കുട്ടി, അവനെ ഒന്ന് വീട്ടിൽ പോയി ആശ്വസിപ്പിക്കാൻ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ തിരിച്ചറിവാണ്. എൻ്റെ അനുഭവത്തിൻ്റെ തിരിച്ചറിവാണ്. ഞാൻ പോലും പരാജയപ്പെട്ടു പോയി. എൻ്റെ നാട്ടിൽ ഞാൻ ഇത്തരത്തിൽ അവാർഡ് ഫംഗ്ഷൻസ് ഒരുപാട് വെച്ചിട്ടുണ്ട്. ഞാൻ ജയിച്ചവരെ അനുബോധിച്ചിട്ടുണ്ട്, വലിയ വേദികൾ കൊടുത്തിട്ടുണ്ട്. ആ ബാച്ചിലുള്ള തോറ്റുപോയ കുട്ടിയുടെ വിഷമം ഞാൻ തിരിച്ചറിഞ്ഞില്ല. പക്ഷെ ഞാൻ അവിടെ ആ വീട്ടിലേക്ക് പോയി, ആ തോറ്റ കുട്ടിയുടെ വീട്ടിൽ പോയി അവനെ ചേർത്ത് നിർത്തിയിരുന്നുവെങ്കിൽ അവൻ്റെ ഏറ്റവും വലിയ കാണപ്പെട്ട ദൈവം ഞാനായിരിക്കും. അവൻ ഞാൻ പറയുന്നത് കേൾക്കുമായിരുന്നു. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, എനിക്ക് അത്തരത്തിൽ എൻ്റെ കാലഘട്ടത്തിൽ ഇന്ന് ഞാൻ തിരുത്തിയിട്ടുണ്ട്. അപ്പോൾ സമൂഹം മാറ്റേണ്ടത് ആ 25 വയസ്സുള്ള ലഹരിക്ക് അടിമപ്പെട്ട കുട്ടിയെ മാത്രമല്ല, സമൂഹം മാറ്റേണ്ടത് നമ്മൾ ഉൾപ്പെടെയുള്ള നമ്മളും കൂടി മാറണം. നമ്മുടെ കാഴ്ചപ്പാട് കൂടി മാറി ഒരു വേർതിരിവില്ലാത്തൊരു സമൂഹം ഉണ്ടാക്കി അവരെ ഒറ്റപ്പെടുന്ന, അല്ലെങ്കിൽ അവർക്ക് ഡിപ്രഷൻ ഉണ്ടാക്കാത്ത, അല്ലെങ്കിൽ വെറുപ്പും വിദ്വേഷവും ആ രീതിയിലുള്ള ഒരു സാധനം മാറ്റിയെടുത്ത് അവർക്കൊരു നമുക്കൊരു പ്രചോദനവും ചേർത്ത് പിടിക്കലൊക്കെ ഈ സമയത്ത് ആവശ്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സമൂഹത്തിൽ ഇന്ന് സ്നേഹത്തോടെ കുട്ടികൾക്ക് കൈമാറുന്ന ഫ്രണ്ട്ഷിപ്പ് മേഖലയിൽ ഒരാളൊരു ശത്രു പോലും അങ്ങനെ ചെയ്യാത്തൊരു പ്രവർത്തനമാണ് ഇന്ന് കുട്ടികൾ ഇന്ന് ചെയ്യുന്നത് എന്നൊരു അവസ്ഥയിലേക്കാണ്. സാറിൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് അങ്ങനെ പറഞ്ഞതിൻ്റെ ഒരു വെളിച്ചത്തിൽ മനസ്സിലായി. ഒരു ശത്രുക്കളെ കൊടുത്താൽ നമ്മൾ വാങ്ങില്ല എന്ന സ്നേഹം ഉപദ്രവിക്കാനാണ് ഇപ്പൊ എന്ന് മനസ്സിലാക്കും. ഒരു ചർച്ചയായതുകൊണ്ട് ലഹരി വസ്തു എനിക്ക് തന്നാൽ ഒരു ശത്രുവാണ് തരുന്നതെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് വരികില്ല, എന്നെ നശിപ്പിക്കാൻ വേണ്ടിയാണെന്ന്. പക്ഷേ എൻ്റെ ആത്മസുഹൃത്ത് എന്നോടൊപ്പം കളിച്ച് വളർന്ന എൻ്റെ സ്കൂൾ ഘട്ടത്തിലെ പ്രതിസന്ധി കാലഘട്ടത്തിൽ നിന്നൊരു കുട്ടി വന്ന് ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കൂ, വേറെ ഒന്നും സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനല്ലേ, എന്നെ നശിപ്പിക്കാനല്ലോ എന്നുള്ളൊരു നിഷ്കളങ്കമായ ചിന്താഗതി അവിടെ നിന്ന് തുടങ്ങുന്നതാണ്. ഞാൻ പറയുന്നത് ആ നിഷ്കളങ്കതയിൽ നിന്ന് നമ്മൾ നോ പറയാൻ പഠിക്കുക എന്നുള്ളതല്ലാതെ നമുക്ക് മറ്റു മാർഗങ്ങളില്ല. ഇന്ന് ഈ പറയുന്നത് പോലെ നിഷ്ക്രിയമായി നിൽക്കുന്ന സാർ, അതിൽ ഞാൻ ഇടപെടും. അതിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം, കുട്ടികളിങ്ങനെ വളരുന്നൊരു സാഹചര്യത്തിൽ കുട്ടികൾ അവരുടെ ഒരു മനോഭാവം എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കൾ ചെയ്താൽ എന്നും, പക്ഷെ അതിൻ്റെ ഒരു വ്യാപ്തി കുട്ടികൾ മനസ്സിലാക്കുന്നില്ല, അതിൻ്റെ ഒരു അപകടം കുട്ടികൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അതാണ് ഞാൻ പറഞ്ഞത്. ഇവർ അകപ്പെടുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 14-15 വയസ്സുള്ള കാലഘട്ടത്തിലാണ്. അതെ അതെ. അപ്പൊ നമുക്ക് ഭാവിയെ കുറിച്ച് പോലും കൃത്യമായി ധാരണയില്ലാത്തവരാണ്. അവരുടെ കൂട്ടുകെട്ടിൽ നിന്ന് അവർ പുറത്തു പോകാതിരിക്കാൻ, ആ ഗ്യാങ്ങിൽ നിന്ന് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി അവർ ബാഹ്യമായ സമ്മർദ്ദത്തിൽ അടിമപ്പെട്ടു പോവുകയാണ് കുട്ടികൾ എന്നൊരു അതിൽ ഞാൻ പറഞ്ഞില്ല, ഒരു ഒറ്റപ്പെടുന്ന ഒരു സമൂഹം ഉണ്ടാകുമ്പോൾ ആ കൂട്ടുകെട്ട് ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അവരെ കൂടി പിന്തുണയില്ലെങ്കിൽ, അവർ പറഞ്ഞത് കൂടി കേട്ടില്ലെങ്കിൽ ഞാൻ ആ ബന്ധത്തിൽ നിന്ന് പുറത്തു പോകുമല്ലോ എന്നുള്ള ഭയം ഉണ്ട്. അങ്ങനെ അപ്പം നമുക്ക് ജമീൽ മാഷിലേക്ക് പോവുകയാണെങ്കിൽ സാർ, ജമീൽ മാഷ് നമ്മുടെ സ്കൂൾ അധ്യാപകനാണ്, അതുപോലെ തന്നെ വിസ്ഡം യൂത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. സാർ, എങ്ങനെയാണ് ഈ ഒരു പ്രശ്നത്തിൻ്റെ ഒരു ആഴം ഇന്ന് സമൂഹത്തിൽ ബാധിച്ചിട്ടുള്ളത്? ആ ഒരു വിഷയത്തിലേക്ക് ജമീൽ മാഷിനെ കുറച്ചുകൂടി കൂട്ടിച്ചേർക്കാനുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ഇപ്പോൾ നസീർ സാർ പറഞ്ഞതുപോലെ അവിടെ ഇന്ന് സമൂഹത്തിൽ 4000-ലധികം കുട്ടികൾ ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ അതിൽ പെട്ടുപോവുകയും അതിലാകുകയും, അതുപോലെ തന്നെ ഇന്ന് വിപണിയിൽ ഏറ്റവും കൂടുതൽ കച്ചവടം ചെയ്യപ്പെടുന്ന 2 സാധനങ്ങൾ, ഒന്ന് ആയുധവും മറ്റൊന്ന് ലഹരിയും എന്നാണ് കണക്കുകൾ. അപ്പോൾ അതിനോടൊപ്പം ജമീൽ സാറിന് എന്താണ് അതിലൊന്ന് കൂട്ടിച്ചേർക്കാനുള്ളത്? ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് എല്ലാവർക്കും സമ്മതിക്കുന്ന കാര്യമാണ്. അതിൻ്റെ കാരണങ്ങൾ പലതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ലഹരി പദാർത്ഥങ്ങളുടെ ലഭ്യത പണ്ട് കാലത്തിൽ നിന്ന് ഇപ്പോൾ കൂടുതലാണ് എന്നുള്ളതാണ്. 10 മടങ്ങ് കൂടുതലാണ്. ഇപ്പം നമ്മുടെ നാട്ടിലെ സർക്കാരിൻ്റെ നിയമമുണ്ട്, ഒരു കലാലയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വിദ്യാലയത്തിൻ്റെ 100 വാരം ആ പരിധിക്കുള്ള കടകളിൽ പുകയില ഉൽപ്പന്നങ്ങളും മറ്റും വിൽക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ ഇത് പാലിക്കപ്പെടുന്ന എത്ര കടകളുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം. ഏതെങ്കിലും ഒരു സമയത്തൊക്കെ നിയമപാലകർ പരിശോധന നടത്തുകയും ആ പരിശോധന നടത്തി ചിലപ്പോൾ സമൂഹത്തിനെ കാണിക്കാൻ വേണ്ടി ഒരു നടപടി വരികയും പിന്നീട് 1-2 വർഷം കഴിഞ്ഞാൽ പോലും ആ കടയിൽ വന്ന് പരിശോധന നടത്താത്തൊരവസ്ഥയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇന്ന് ലഹരി പദാർത്ഥങ്ങൾ കിട്ടുകയാണ്.
അത് അവരുടെ വിദ്യാലയത്തിൻ്റെ തൊട്ടടുത്തുള്ള കടകളിലുണ്ട്. മാത്രമല്ല, ഇത്തരം ലഹരിയിൽ നിന്ന് മുക്തമായ ആളുകളുമായി കൗൺസിൽ ചെയ്യുമ്പോൾ അവരിൽ നിന്ന് അറിയാൻ കഴിയുന്ന വലിയൊരു സത്യമാണ്, ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഗ്രൂപ്പുകൾ വരെയുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുകൾ വരെയുണ്ട്. MDMAക്ക് ഇന്ന പ്രദേശത്ത് ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അത് ഇന്ന സ്ഥലത്ത് വന്നാൽ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികൾ ആ ഗ്രൂപ്പിലൂടെ പറയുന്ന സമയത്ത് ഇരുചക്രവാഹനത്തിലും കാറിലുമായി ലഹരി വസ്തുക്കൾ കൈമാറ്റം ചെയ്യുന്ന ടീം ഇന്ന് നിലവിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ചില വീടുകൾ കേന്ദ്രീകരിച്ച് പോലും കഞ്ചാവും മറ്റ് സിന്തറ്റിക് ലഹരികളും വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇതുവരെയുള്ള ചർച്ചയിൽ വരാത്തത് കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ഭീതിയോടുകൂടി കാണേണ്ടത്, അല്ലെങ്കിൽ പണ്ടുകാലത്ത് അല്പം ഒരു ആശ്വാസത്തിലൊക്കെ ഇരുന്നു, എനിക്ക് പെൺമക്കളാണുള്ളത്, അതുകൊണ്ട് അവരൊന്നും ഇതിലേക്ക് പെടില്ല, അവരൊന്നും ലഹരി ഉപയോഗിക്കില്ല എന്ന് രക്ഷിതാക്കൾ വിചാരിച്ചിരുന്ന കാലത്തുനിന്നും മാറി ഇന്ന് ഏകദേശം എത്രയാണോ ആൺകുട്ടികൾ അത്രത്തോളം പെൺകുട്ടികളും ഇത് ഉപയോഗിച്ച് വരുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രധാന കാരണം ഇന്ന് അതിലൊരു കലാലയങ്ങൾ. അതിലൊരു പോയിന്റ് കൂടി എനിക്ക് തോന്നുന്നത് വെച്ചാൽ ജമീൽ മാഷേ, ഇപ്പോൾ ഇത്രയും കുട്ടികൾ അതിലിടുമ്പോൾ ഓരോ ദിവസവും അല്ലെങ്കിൽ ഒരു ആഴ്ചക്കിടയിൽ 500-ലധികം കേസുകൾ, അതുപോലെ തന്നെ ഒരു 100 കിലോയിനും അല്ലെങ്കിൽ അതിന് മുകളിലുള്ള സാധനങ്ങൾ പിടിക്കപ്പെടുകയും, അതുപോലെ തന്നെ സ്പിരിറ്റുകൾ 500 കിലോ സ്പിരിറ്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരു ആഴ്ചയിൽ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പം അത്രമാത്രം ഇതിങ്ങനെ വ്യാപ്തിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിനോട് ജമീൽ മാഷ് പറഞ്ഞ ഒരു പോയിന്റിലേക്ക് വരുമ്പോൾ അതും കൂടി അതിനോടൊപ്പം ചേർക്കണമെന്ന് എനിക്ക് തോന്നി. ജമീൽ മാഷ് ഒരാഴ്ചയിലെ കണക്കെടുക്കുകയാണെങ്കിൽ 500-ൽ പരം കേസുകളാണ് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. 1000 കിലോഗ്രാമിന് മുകളിൽ കഞ്ചാവ് വേട്ട നടക്കപ്പെടുന്നു, 500 ലിറ്റർ സ്പിരിറ്റ്, 1.5 കിലോഗ്രാം MDMA, ഇങ്ങനെ ലിസ്റ്റ് നീളുകയാണ്. അപ്പോൾ ഇന്ന് സുലഭമായി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, കലാലയങ്ങളിൽ പണ്ട് അവിടെ കലാലയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഗ്രൗണ്ടിൻ്റെ ഏതെങ്കിലും കാട് പിടിച്ച സ്ഥലത്ത് ലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾ, അവർ ലഹരി ഉപയോഗിക്കുമ്പോൾ അധ്യാപകരും മറ്റുള്ള സഹപാഠികളും കാണാതിരിക്കാൻ വേണ്ടി നോക്കി നിൽക്കുന്ന മറ്റു വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അധ്യാപകൻ ക്ലാസ് റൂമിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ വളരെ ഈസിയായി ബാഗ് തുറന്ന് അതിൽ നിന്നും എടുത്ത് ഒരു സ്റ്റിക്കർ രൂപത്തിൽ നാവിൽ ഒട്ടിച്ച് വെച്ച് ക്ലാസ് ശ്രദ്ധിച്ച് ഇങ്ങനെ ഇരിക്കാം. അത്രത്തോളം വളരെ ഈസിയായി ടോയ്ലറ്റിൽ പോകാതെ തന്നെ, അവിടെ പോയി ഒളിച്ച് ചെയ്യാതെ തന്നെ ക്ലാസ് റൂമിൽ ഇരുന്നു കൊണ്ട് തന്നെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ പറ്റിയ തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഇന്ന് വിപണിയിൽ ഒരു നമ്മുടെ ഇവിടേക്ക് വരാനുണ്ട്, നമ്മുടെ ഒരു റേഞ്ച് ഓഫീസർ നമ്മുടെ ടോക്കിലേക്ക് വരാനുണ്ട്. അപ്പോൾ എന്നാലും ഒരാൾ പറഞ്ഞൊരു അനുഭവത്തിലൂടെ പോയാൽ, 2 കുട്ടികൾ ഇങ്ങനെ രാത്രി നടന്നു പോകുന്നു. അപ്പോൾ പെട്ടെന്ന് 2 കുട്ടികൾ രാത്രി നടന്നു പോകുമ്പോൾ പോലീസ് രാത്രി 11 മണിക്ക് ശേഷം ചെക്കിങ്ങിന് ഇറങ്ങും. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് ഈ കുട്ടികളെ കാണുമ്പോൾ അവരെ കണ്ടാൽ ഒരു സ്വാഭാവികമായി നടന്നു വന്ന കുട്ടികൾ. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞിട്ടും ഇവർ ആ പരിസരത്ത് നിന്ന് പോകാതെ കണ്ടപ്പോൾ പോലീസ് വന്ന് ഇങ്ങനെ പിടിച്ചു നിർത്തി എന്താണ് കാര്യമെന്ന് അന്വേഷിച്ച് വ്യത്യാസം മാറി ഹോസ്പിറ്റലിൽ എത്തി ഡോക്ടറുമായിട്ട് പരിശോധിക്കുമ്പോൾ ഈ കുട്ടിയുടെ ശരീരത്തിൽ ലഹരി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു. ഡോക്ടർ നോക്കിയിട്ടും ഇപ്പോഴും അത് ആ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്തും കയറിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതിങ്ങനെ ആ ബ്ലഡ് പ്രഷർ മറ്റൊക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ ആ പരിശോധനയിൽ കാണേണ്ടത് കുട്ടിയുടെ സ്കിന്നിൻ്റെ അതേ രൂപത്തിൽ ഒരു സ്കിന്ന് നമ്മൾ നോക്കിക്കാണുമ്പോൾ എങ്ങനെയാണ് സർ ഒരു സ്കിന്ന്, ഇപ്പോൾ സാറിങ്ങനെ നിൽക്കുന്നു കയ്യിൽ ഒരു സ്കിന്ന്, നമുക്കൊന്നും മനസ്സിലായി ആ ഒരു അവസ്ഥയിലേക്ക് ഈ സാധനം ഇത്രമേൽ ഡെപ്തിൽ, ഇതിൻ്റെ ആഴത്തിൽ ഇത് സുലഭമായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ പരിസരത്ത് സംസാരിക്കുമ്പോൾ പോലും അല്ലെ, നടന്നു പോകുന്ന വഴിയിൽ പോലും അല്ലെ, കരിയർ ചെയ്യുന്ന സമയത്ത് പോലും ഈ ഒരു സാധനം ഇത്രമേൽ ഇത് വ്യാപിച്ച് ഇതിൻ്റെ ഒരു അപകടാവസ്ഥ ഇത്രമേൽ വ്യാപിച്ചിട്ടുണ്ട് എന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കി. അതിനോടൊന്ന് കൂട്ടിച്ചേർക്കാനുള്ളത്, ഒരു പോലീസ് ഓഫീസറുമായി സംസാരിച്ചപ്പോൾ, ഒരു പ്രോഗ്രാമിന് വന്ന് ആ പോലീസ് ഓഫീസർ സംസാരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ക്രൈമുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജില്ലയിൽ, തിരുവനന്തപുരം ജില്ലയിലെ അറിയപ്പെടുന്നൊരു ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ, ആ സ്കൂളിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയപ്പോൾ അവിടുത്തെ സയൻസ് ബാച്ച്, ആ സയൻസ് ബാച്ചിലെ കുട്ടികളുടെ ബാഗ് പരിശോധിച്ചപ്പോൾ ആ ക്ലാസ്സിലുണ്ടായിരുന്ന 80% കുട്ടികളും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരാണ്.
അതെ. അതിൽ അത്രത്തോളം 80% തന്നെ പെൺകുട്ടികളുടെയും ബാഗിൽ നിന്നും പലതരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തു എന്നുള്ളതാണ് ആ പോലീസ് ഓഫീസർ അനുഭവം പറഞ്ഞത്. അതെ അതെ. അപ്പൊ അത്രമേൽ ഇതിങ്ങനെ അത് മാത്രമല്ല, ഇപ്പോൾ ഷജീർ സാറ് പറഞ്ഞത് ഈ ക്ലാസ്സുകളിലുള്ള ഒറ്റപ്പെടലും ആക്ഷേപത്തിന് ഇരയാവുന്നവരുമാണ്. പക്ഷെ അങ്ങനെ ഉള്ളവരെ ചാക്കിട്ട് പിടിക്കാൻ കാത്തിരിക്കുന്നൊരു മാഫിയ സംഘം. ഈ മാഫിയ സംഘം എന്തുകൊണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്നു ചോദിച്ചാൽ, ഈ കുട്ടികളെ ബോധമില്ലാതാക്കുവാൻ വേണ്ടി ദുർബോധമുള്ള ഈ മാഫിയ സംഘങ്ങളുടെ പ്രവർത്തനം നിസ്സാരമേ അല്ല. കാരണം ഇവരുടെ ലാഭം നിസ്സാരമേ അല്ല. എന്താണ് കാരണം എന്ന് വെച്ചാൽ, അതെ, ഒരു ചെറിയ ഗ്രാമിന് 2500-3500 ലാഭം കിട്ടുന്നത്. അതെ അതെ അതെ. സ്വാഭാവികമായിട്ടും മനുഷ്യവംശത്തെ നശിപ്പിച്ചുകൊണ്ട് ഇവർക്ക് മാത്രം തടിച്ചു കൊടുക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്ന ഒരു മാഫിയ സംഘം, അവരെ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി കുട്ടികൾക്ക് ബോധവൽക്കരണം ചെയ്യുകയാണ് അതാണ് അതിൽ വേണ്ടത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ബഹുമാന്യ ഷജീർ സാർ ഇവിടെ ഉണ്ട്, സാറിനോട് ആ ഒരു വിഷയത്തിലൂടെ വരികയാണ്. നമ്മൾ ഇത്രമേൽ വ്യാപ്തി ഇതിന് ബാധിച്ചിട്ടും സാർ പറഞ്ഞ ആ ഡിപ്രഷനിലെ കുട്ടികൾ ഇങ്ങനെ അനുഭവിക്കുന്നു, ഒറ്റപ്പെടലിലെ കുട്ടികൾ അതിലേക്ക് പോകുന്നു, അതിന് കിട്ടാനുള്ള വഴിയും ഇവിടെ കൂടുതലായിരിക്കുന്ന സാഹചര്യത്തിൽ അങ്ങയുടെ പ്രസ്ഥാനം ഇത്തരത്തിൽ ഒരു സാമൂഹിക നന്മയ്ക്ക് തന്നെ പ്രശ്നമുണ്ടാക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കെട്ടുറപ്പിനെ തച്ചുടയ്ക്കുന്ന ഈ വിപത്തിനെതിരെ എന്തെല്ലാം ഒരു നീക്കങ്ങൾ, ഒരു സാമൂഹിക പ്രവർത്തനമാണ്, ഒരു ജനപ്രതിനിധി നിലയ്ക്ക് താങ്കൾക്ക് എന്തൊക്കെയാണ് അതിൽ ഒന്ന് കൂട്ടിച്ചേർക്കാനുള്ളത്? അല്ലത് നിങ്ങൾ പറഞ്ഞ ആ സാമൂഹിക നമ്മുടെ കടപ്പാടിനെ കുറിച്ച് ചോദിക്കുകയാണ്. അതിനകത്ത് രാഷ്ട്രീയം പറയാം, നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്തവർ. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പോൾ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് ഞാൻ കോൺഗ്രസിന്റെ രാഷ്ട്രീയം പറയുന്നത്, ഞാൻ ചോദിച്ചത് നമ്മളൊരു ജനങ്ങൾക്കിടയിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ സുലഭമായി പറഞ്ഞു വരുന്നതാണ്. സുലഭമായി നാട്ടിൽ ലഭ്യമാകുമ്പോൾ അതിന്റെ ഭരണകൂടത്തിന്റെ വീഴ്ച കൂടി നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും സുലഭമായി മുക്കിലും മൂലയിലും ഈ മയക്കുമരുന്നും ലഹരിയും മദ്യവും ഒക്കെ എത്തുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ മയക്കുമരുന്നും മദ്യവും നിർത്തലാക്കിയതിന്റെ പേരിൽ ഇരയാക്കപ്പെട്ട ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞതായിട്ടാണ്. മദ്യം സുലഭമായി ഈ നാട്ടിൽ വേണമെന്ന് തീരുമാനമെടുത്തു. അതല്ലെങ്കിൽ നാട്ടിലെ ചെറുപ്പക്കാരെല്ലാം ഏറ്റവും ചീപ്പായിട്ടുള്ള ലഹരി വസ്തുക്കളിലേക്ക് തിരിയുമെന്ന് പറഞ്ഞ നിലപാടെടുത്ത കുറേ ആളുകളുണ്ട്. നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, ഈ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ 8 കൊല്ലത്തിന് മുമ്പ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന 25 ബാറുകളാണ് നിങ്ങൾക്ക് മദ്യം ലഭ്യം അല്ലെങ്കിൽ സുലഭമായി കിട്ടുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അത് കുറഞ്ഞു പോയത് കൊണ്ടാണ് നാട്ടിൽ സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഉപയോഗം കൂടിയത്, ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടിയത്, ചീപ്പായിട്ട് കുട്ടികൾ അതിലോട്ട് പോയത് എന്നുള്ള വാദം ഭരണകൂടം പോലും മുന്നോട്ട് വെച്ചു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് 20 ബാറുകളിൽ നിന്ന് 1000-ഓളം ബാറുകൾ സുലഭമായി മദ്യം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടായിട്ട് പോലും സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഉപയോഗം കുറഞ്ഞില്ല. നേരത്തെ പറഞ്ഞതുപോലെ സിന്തറ്റിക് അല്ലെങ്കിൽ MDMA അടക്കമുള്ള ലഹരി വസ്തുക്കൾ ക്യാരി ചെയ്ത കേസുകളുടെ എണ്ണം കൂടുതലാണ്, അതിന്റെ ഉപയോഗം കൂടുതലാണ്. മദ്യം സുലഭമായി കൊടുത്തത് കൊണ്ടൊന്നും കുട്ടികളിൽ നിന്ന് ഇതുപോലെ ചീപ്പായിട്ടുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗം തടയാൻ കഴിയുന്നില്ല. അപ്പോൾ ഇവിടെ ഭരണകൂടത്തിന്റെ ഇച്ഛാശക്തി വളരെ കൃത്യമായി ചോദ്യം ചെയ്യപ്പെടുന്നത്. പോലീസിന്റെ സർവൈലൻസ്, നിരീക്ഷണങ്ങൾ, ചെക്ക് പോസ്റ്റ് വഴി എങ്ങനെയാണ് ഈ സാധനങ്ങൾ എത്തുന്നത്? അപ്പൊ അതിനകത്ത് ഉദ്യോഗസ്ഥരുടെ പങ്കുണ്ടോ? ഭരണകൂടം എന്തുകൊണ്ട് അത് തടയുന്നില്ല? ശരിക്കും ന്യായമായ നിരവധി ചോദ്യങ്ങളുണ്ട്. ഇത് അധികാരികളും ഭരണകൂടവും ഇത് നാട്ടിൽ വിൽക്കുന്നത് കൊണ്ടല്ലേ നമുക്ക് സുലഭമായി ലഭിക്കുന്നത് എന്ന സാമാന്യ ചോദ്യമുണ്ട്. നിങ്ങൾ വിറ്റില്ലെങ്കിൽ ഞങ്ങളത് മേടിക്കില്ലല്ലോ എന്നുള്ള ചോദ്യമുണ്ട്. അപ്പം ഇതിങ്ങനെ നമുക്ക് ഏകപക്ഷീയമായി തീരുമാനിക്കാൻ പറ്റുന്നില്ല. ഈ സാധനത്തിനെതിരെ പോരാട്ടം നടത്തുമ്പോൾ ഞാൻ അതിന്റെ ഭാഗമാകണം, എന്റെ വീട്ടുകാർ അതിന്റെ ഭാഗമാകണം, ഇതിന്റെ സിസ്റ്റം അതിന്റെ ഭാഗമാകണം, ആ സാമൂഹികമായി മൊത്തത്തിലൊരു ഭാഗമാകണം, ഭരണകൂടം ഭാഗമാകണം. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ആംസിന്റെ കാര്യം പറഞ്ഞു, ആയുധ കച്ചവടത്തിന്റെ കാര്യം പറഞ്ഞു, മയക്കുമരുന്ന് കച്ചവടത്തിന്റെ കാര്യം പറഞ്ഞു. ഇന്ന് ലോകരാജ്യങ്ങളെ നിയന്ത്രിക്കുന്നത് ആംസ് ഡീലേഴ്സാണ്, മയക്കുമരുന്ന് മാഫിയകളാണ്. അവരെ നിലക്കി നിർത്തേണ്ടത് ആരാണ്? ഭരണകൂടങ്ങളാണ്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഈ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നത് അവരായി മാറിയിരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഞാൻ അതാണ് പറയുന്നത്, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വീട്ടിലെ കുട്ടികളെ, നമുക്ക് ചുറ്റുമുള്ള കുട്ടികളെ ഈ ഡിപ്രഷൻ പിടിക്കുന്നതിന് മുമ്പേ, അവരെ ഈ ലഹരിയുടെ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന പാതയിലേക്ക് പോകുന്നതിന് മുമ്പേ അവരെ സ്നേഹത്തോട് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും മുന്നിലുള്ള മാർഗം എന്ന് പറയുന്നത്. അതല്ലാതെ ഈ രാജ്യം മുഴുവൻ ലഹരിക്ക് അടിമപ്പെട്ടു, അപ്പം രാജ്യത്തെ മുഴുവൻ ഞാൻ നേരത്തെ പറഞ്ഞത് വളരെ വ്യാപകമായി ഈ സംഘങ്ങൾ, മാഫിയ സംഘങ്ങളും ലഹരി സംഘങ്ങളും ഇഷ്ടം പോലെ സുലഭമായി ലഭിക്കുന്ന രീതിയിലേക്ക് സാധനം മുന്നോട്ട് പോകുമ്പോൾ ഇത് കാരണം എത്രയോ കുട്ടികൾ അപകടത്തിലാകുന്നു. നമുക്ക് ഇത് പരിഹരിക്കാൻ വേണ്ടി കുറെ റീഹാബിലിറ്റേഷൻ സെന്റർ തുടങ്ങിയത് കൊണ്ടൊന്നും മതിയാവില്ലല്ലോ. അതല്ലെങ്കിൽ പുനരധിവാസം കൊണ്ട് നമ്മൾ എത്ര പുനരധിവാസം, ഇതിനെ മുളയിലേ നുള്ളാതെ, ഇതിന്റെ തുടക്കത്തിലേ നുള്ളാതെ, അല്ലെങ്കിൽ ഇതിന്റെ ഉൽപാദനം സമയം മുതൽ, ഇതിന്റെ വ്യാവസായിക ഉൽപാദനം മുതൽ ഇതിന്റെ വിതരണം വരെയുള്ള അവിടെ നിന്ന് നമ്മൾ അത് മുള്ളി അല്ലെങ്കിൽ അതിനെ നിർത്താതെ തടയാതെ
നമ്മൾ എത്രത്തോളം പുനരധിവാസം കൊടുക്കും, എത്രത്തോളം നിയമ നടപടിയെടുത്ത് എത്രത്തോളം ദിവസം നിങ്ങൾ ജയിലിലിടും. ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ സമരവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനാണല്ലോ, നിരവധിയായിട്ടുള്ള സമരങ്ങൾ ചെയ്തിട്ടുണ്ട്. മിക്കവാറും എല്ലാ കേസിലെയും പ്രതികൾ ഞാനാണ്. പിടിക്കപ്പെട്ടാൽ 10-20 ദിവസം ജയിലിൽ കിടക്കുന്നുണ്ട്. ഞാൻ ജയിലിൽ കിടക്കുമ്പോൾ എൻ്റെ തടവുകാരെന്ന് പറയുന്നത് MDMA അടക്കമുള്ള കേസുകളിൽ കടത്തിയതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കുന്നവരാണ്. ഞാൻ അവരുമായിട്ട് ഒരുപാട് സമയം ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. നമുക്ക് പറയും മയക്കുമരുന്ന് ഒരിക്കലും നിർത്താൻ പറ്റത്തില്ല, ഒരിക്കൽ ഉപയോഗിച്ചാൽ ഒരിക്കലും നിർത്താൻ പറ്റില്ല, നിർത്താതെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ 20 ദിവസം വരെ അവരെ കൂടെ കിടന്ന ആളാണ്. 20 ദിവസം ജയിലിൽ കിടന്നിട്ട് അവർ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടില്ല. എന്നെ പോലെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കും, വൈകുന്നേരം ഭക്ഷണം കഴിക്കും, ചായ കുടിക്കും. ഒരു ലഹരി വസ്തു അതിനകത്തില്ല, അവർ ഉപയോഗിക്കുന്നില്ല. വേണമെങ്കിൽ അത് നിർത്താവുന്നേ ഉള്ളൂ. പക്ഷെ അവിടെ ലഹരി വസ്തു ഉപയോഗിക്കുന്നതിൽ തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം തുടക്കത്തിൽ സൗഹൃദത്തിൻ്റെ പേരിൽ ആ പിയർ പ്രഷർ പോയിന്റ് അതിജീവിച്ച് കൂട്ടുകാർ പണങ്ങാൻ പാടില്ല എന്ന പോയിന്റിൽ നിന്ന് സൗഹൃദത്തിൻ്റെ പേരിൽ തുടങ്ങിയത് അവസാനം ഇത് കച്ചവടവൽക്കരണത്തിലെത്തുകയാണ്. ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ ഗ്രാം MDMA കടത്തുമ്പോൾ കിട്ടുന്നത് കോടികളാണ്. 5 കൊല്ലം ജയിലിൽ കിടന്നാലും കുഴപ്പമില്ല, ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഏജൻസി എൻ്റെ വീട്ടിൽ 10 കോടി രൂപ എത്തിക്കുമെന്നാണ് ഒരു തടവുകാരൻ എന്നോട് മറുപടി പറഞ്ഞത്. അപ്പോൾ ഇതിനകത്തുള്ളത് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ട്, അത് വലിയ അപകടമാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ഭാഗമാവണ്ടേ? ഞാൻ ഇതിനെതിരെയുള്ള ലഹരി വിരുദ്ധ സേനയുടെ ഏറ്റവും വലിയ പോരാളി ആയാലല്ലേ എനിക്കിത് സംസാരിക്കാനുള്ള അധികാരമുള്ളൂ. അപ്പോൾ ഇന്ന് അത് അങ്ങനെ സംസാരിക്കേണ്ട ആളുകൾ ഇതിന്റെ മോണിറ്ററി ബെനിഫിറ്റിനെ കുറിച്ചാണ് പറയുന്നത്, ഇതിന്റെ കച്ചവട താല്പര്യത്തെക്കുറിച്ചും ലാഭത്തെക്കുറിച്ചുമാണ് പറയുന്നത്. അപ്പം അവന്റെ ചുറ്റുമുള്ള സമൂഹത്തെക്കുറിച്ച് അവൻ ബോധവാനല്ല, അവന്റെ വീട്ടിലെ കുട്ടികൾ എങ്ങനെ പോകുന്നു എന്നുള്ളത് അവർക്ക് ബോധമല്ല. അപ്പോൾ ആ രീതി ഞാൻ പറഞ്ഞത് ഇവിടെ ഭരണകൂടത്തിന്റെ വളരെ കാര്യക്ഷമമായ കർശനമായ നടപടികൾ വേണം. ഇവിടെ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഞാൻ പറഞ്ഞില്ല, അത്തരത്തിൽ വലിയ പാളിച്ചകളും വീഴ്ചകളും സംഭവിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയമായി പറഞ്ഞാൽ അത് രാഷ്ട്രീയമായി ചിത്രീകരിക്കും. പക്ഷെ രാഷ്ട്രീയം എന്ന് പറയുന്നത് കേവലം ഞാൻ പറഞ്ഞതുപോലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി നമ്മൾ നിലപാട് സ്വീകരിക്കുന്നതാണ്. ഇപ്പോൾ കോൺഗ്രസ് ആയതുകൊണ്ട് CPM-നെ കുറ്റം പറയുക, BJP-യെ കുറ്റം പറയുക എന്നുള്ളതല്ല രാഷ്ട്രീയം. നിങ്ങൾക്ക് രാഷ്ട്രീയം പറയാം, നിങ്ങളുടെ നിലപാട് തന്നെ രാഷ്ട്രീയം. എൻ്റെ നാട് എങ്ങനെ വേണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ലഹരി ഉപയോഗിക്കുന്ന, ലഹരി വിൽക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ കീഴിൽ നാം ജീവിക്കണോ വേണ്ടയോ എന്ന് നിലപാട് സ്വീകരിക്കുന്നതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഭരണകൂടം വേണ്ട എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയ നിലപാടാണ്. അത് കോൺഗ്രസിന്റെയോ CPM-ന്റെയോ BJP-യുടെ നിലപാടല്ല, നമ്മുടെ നിലപാടാണ്. നമ്മുടെ നാട് എങ്ങനെ വേണം, നമ്മുടെ കുട്ടികൾ ലഹരി ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെ ലഹരി വിതരണം ചെയ്യുന്ന സുലഭമായി മദ്യം അല്ലെങ്കിൽ സുലഭമായി മദ്യം വിതരണം ചെയ്യുന്ന ഒരു ഭരണകൂടത്തിന്റെ കയ്യിൽ അധികാരമെത്താൻ പാടില്ല എന്നുള്ള നിലപാട് നമുക്കെടുക്കാം. അപ്പോൾ പല വിധത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ മാക്രോ തലത്തിൽ നിന്ന് പിന്നെ യൂണിറ്റ് തലത്തിൽ, സ്കൂൾ തലത്തിൽ നിന്ന്, നമ്മൾ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് തുടങ്ങണം ഇതിന്റെ പ്രതിരോധത്തിനുള്ള സ്ക്വാഡുകൾ ആരംഭിക്കാൻ. നമ്മുടെ സൗഹൃദങ്ങൾ ഇതിന്റെ പ്രതിരോധത്തിന് വേണ്ടിയുള്ള സ്ക്വാഡുകളായി മാറുക. നമ്മൾ ഓരോരുത്തരും ഇതിന്റെ ഭാഗമായി മാറി. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ജയിക്കുന്നവരെ അനുമോദിക്കുമ്പോൾ തോക്കുന്നവൻ വീട്ടിലിരുന്ന് കരഞ്ഞ് അവൻ എവിടെയാണ് ചെന്നെത്തുന്നത് എന്ന് പോലും നമുക്ക് അറിയാൻ കഴിയില്ല. അവരെയാണ് നമ്മൾ തേടി കണ്ടുപിടിച്ച് അങ്ങനെ ഈ ലഹരിയുടെ പാതയിലേക്ക് പോകുന്ന ആളുകളെ ആദ്യമേ തിരിച്ചറിഞ്ഞ് നന്മയുടെ പാതയിൽ എത്തിക്കുക എന്നുള്ളതല്ലാതെ അതാണ് ഏറ്റവും വലിയ പ്രതിരോധമായി ഞാൻ കാണുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് കൂടുതൽ ഊന്നൽ നൽകേണ്ടത് എന്നുള്ളതിലാണ് ഞാൻ കൂടുതൽ വിശ്വസിക്കുന്നത്. അതെ, ഇവിടുത്തെ ഒരു സംവിധാനം, ഇപ്പോൾ മദ്യം എന്നത് ഇവിടെ നാട്ടിൽ ലീഗലൈസ് ചെയ്ത് ഇങ്ങനെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു പറയുന്ന ന്യായ വ്യത്യാസങ്ങൾ പലതാണ്. പക്ഷെ എന്നാൽ നമ്മൾ ആ ഒരു ചർച്ചയിലേക്ക്, രാഷ്ട്രീയ ചർച്ചയിലേക്ക് പോകുകയല്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ സാർ പറഞ്ഞൊരു വളരെ വാലിഡായ ഒരു പോയിന്റാണ്. അപ്പം ആ ഒരു നിയമ സംവിധാനം തന്നെ ഒന്നുകൂടി ഒന്ന് മെച്ചപ്പെട്ട് വന്നാൽ അതൊരു അതിൻ്റെ ഒരു ശരിയായ ഒരു നന്മയ്ക്ക് തുടക്കം കൊടുക്കാൻ പറ്റും തോന്നുന്നുണ്ട്. ഇവിടെ ഈ പറയുന്ന ലഹരി കച്ചവടവുമായി ബന്ധപ്പെട്ട വിപണി എന്ന് പറയുന്നത് അക്കൗണ്ടബിൾ വിപണിയല്ല. സർക്കാർ നിയന്ത്രിക്കുന്ന അതിൽ ആ ലഹരിയുമായി ബന്ധപ്പെടുന്ന വിറ്റുവരവുകൾ സർക്കാരിന്റെ നേരിട്ടുള്ള കണക്കിലല്ല, ഇത് സമാന്തരമായ ഒരു കണക്കാണ്. അപ്പോൾ എവിടെയോ ആരൊക്കെയോ കച്ചവടം ചെയ്ത് കോടികൾ ഉണ്ടാക്കുന്നു. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, സർക്കാർ ചെലവഴിക്കുന്നത് പോലീസിന് വേണ്ടി നിരവധിയായിട്ടുള്ള പണം ചെലവഴിക്കേണ്ടി വരും, സർവൈലൻസിന് വേണ്ടി ചെലവഴിക്കേണ്ടി വരും. ഇതുപോലെ തദ്ദേശീയമായ സ്ക്വാഡുകൾ രൂപീകരിക്കുന്നതിന്, മുക്കിലും മൂലയിലും സ്ക്വാഡുകൾ രൂപീകരിക്കുന്നതിന് വേണ്ടി സർക്കാരിന് പണം ചെലവഴിക്കേണ്ടി വരും. റീഹാബിലിറ്റേഷൻ സെന്റർ, പുനരധിവാസ കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി സർക്കാർ ചെലവഴിക്കേണ്ടി വരും. അപ്പോൾ സർക്കാരിന് നേരിട്ട് ഒരു ഗുണവുമില്ലാത്ത കാര്യത്തിൽ ആരൊക്കെയോ പുറത്തുനിന്ന് വലിയ ലഹരി മാഫിയകൾ പണം ഉണ്ടാക്കുമ്പോൾ ഈ ലഹരി ഉപയോഗിച്ച് ആശുപത്രിയിൽ കിടക്കുന്ന ആളുകളുടെ ചികിത്സ പോലും സർക്കാർ ഏറ്റെടുക്കുകയാണ്. പ്രതിവർഷം 1500 കോടി രൂപയാണ് കാരുണ്യ ചികിത്സയുമായി ബന്ധപ്പെട്ട് ക്യാൻസർ പോലെ മാരകമായ രോഗങ്ങൾക്ക് വേണ്ടി സർക്കാർ കൊടുക്കുന്ന പണം എന്ന് പറയുന്നത് 1500 കോടി രൂപയാണ്. അപ്പം ഞാൻ പറയുന്നത് വലിയ ബാധ്യതയെ സർക്കാരിന് പോകുമ്പോഴും സർക്കാർ ഈ പറയുന്ന സമാന്തര മാഫിയ ലഹരി കച്ചവടം കൊണ്ട് സർക്കാരിന് വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത്തരത്തിൽ നഷ്ടം സഹിച്ചിട്ടും അതിനെ തടയാനുള്ള തീരുമാനമായി മുമ്പോട്ട് പോയില്ലെങ്കിൽ അത് സർക്കാരിനും സമൂഹത്തിനും ജനത്തിനും എല്ലാം മാറുകയാണ്. അപ്പോൾ സത്യത്തിൽ ഒരു സൈഡിലൂടെ ഇതിങ്ങനെ ശരിയാക്കാൻ വേണ്ടി പണം ചിലവാക്കുന്നു, എന്നാൽ ആ ഒരു സൈഡിൽ കൂടെ ആളുകളെ വീണ്ടും അതിലേക്ക് തള്ളിയിടാനുള്ള വഴിയിലേക്ക് പോകും. നമുക്ക് ഈ ഒരു വിഷയത്തിൽ, നസീർക്കയുടെ വിഷയത്തിൽ എന്താണ് ഇതൊന്ന് ചേർത്ത് വെക്കാനുള്ളത്? മൈക്കൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ, മൈക്ക്. യഥാർത്ഥത്തിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് കച്ചവടം എന്ന് പറയുന്നത്
മനുഷ്യവംശത്തെ ഉന്മൂലനം ചെയ്യുവാനുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ആയുധ കച്ചവടം, രണ്ടും മയക്കുമരുന്ന്. അപ്പോൾ ഈ മയക്കുമരുന്നിൻ്റെ കച്ചവടം നമ്മൾ രഹസ്യ സ്വഭാവത്തിൽ നിന്ന് പരസ്യമാവുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഭയക്കുന്നത്. ഇന്ന് നമുക്ക് നല്ലപോലെ അറിയാം, നേരത്തെ പറയുന്നത് ഞാൻ ആവർത്തിച്ച് പറയാണ്, അതായത് ഒരു ഗ്രാം എത്രമാത്രം ഉണ്ടാവും നമുക്ക് നല്ലപോലെ അറിയാം. അതിന് 2500-3000 രൂപ വരെ ലാഭം ഉണ്ടെങ്കിൽ കിലോ കണക്കിന് വിൽപ്പനയാണ് ഈ കേരളത്തിൽ തന്നെ നടക്കുന്നത്, കിലോ കണക്കിന്. അപ്പോൾ അവർക്ക് എത്രമാത്രം ലാഭമാണോ അവർക്ക് കിട്ടുന്നത്? മാത്രമല്ല, ഈ ഇരുകാലികളെ, ബോധമില്ലാത്ത ഇരുകാലികളെ സൃഷ്ടിക്കുവാനും ഈ കുടുംബം തകർക്കുന്ന ലഹരിയെ കച്ചവട മാർഗമായിട്ട് സാർവത്രികവൽക്കരിക്കുവാനും ഒരു മാഫിയ സംഘം പ്രവർത്തിക്കുമ്പോൾ ഇതിനെ സൂചിപ്പിക്കുന്ന ആരെങ്കിലും, ഇതിനെ വെളിച്ചത്ത് കൊണ്ടുവരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ ഭാവി അപകടത്തിലാവുകയാണ് ചെയ്യുന്നത്. അത്രത്തോളം രഹസ്യമായി, വളരെ രഹസ്യത്തിൽ നിന്ന് രഹസ്യമായിട്ട് പറഞ്ഞാൽ പോലും അത് പുറത്തറിയുകയും പിന്നെ അവനെ ഉന്മൂലനം ചെയ്യാൻ മാത്രം പര്യാപ്തമായിട്ടുള്ള ഒരു മാഫിയ സംഘം ഇവിടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയൊരു അത്ഭുതകരമായിട്ട് പോകുന്നത്. നമ്മൾ സത്യത്തിലെ ഒരു നിയമവ്യവസ്ഥ ഒന്ന് റെഡിയാകണം ആ ഒരു വിഷയത്തിൽ, ആ ഒരു ഇതിൽ ചേർക്കണം എന്ന് പറഞ്ഞു. ജമീൽ മാസ്റ്റർ എന്തെങ്കിലും ചേർക്കാനുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നസീർ സാഹിബ് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഒരു കൗൺസിൽ ചെയ്തപ്പോൾ ഈ ലഹരി ഉപയോഗിക്കുന്ന ഒരു വിദ്യാർത്ഥി പറഞ്ഞതാണ്, ഇത് ഇന്ന് ധാരാളമായി നടക്കുന്നുണ്ട്. ഒരു ട്രെയിനിലോ ഒരു ബസ്സിലോ കയറി ഒരു ടിക്കറ്റ് എടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ബാംഗ്ലൂരേക്ക് പോവുകയും അവിടെ നമ്മൾ 1500 രൂപ കൊടുത്ത് വാങ്ങുന്ന ഒരു സിന്തറ്റിക് ലഹരി ഇവിടെ കൊണ്ടുവന്നാൽ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുകയും അത് അതിൻ്റെ ആ ഷോർട്ടേജ് അനുസരിച്ച് 3000, 4000, ഏകദേശം 6000 രൂപയ്ക്ക് വരെ വിൽക്കാൻ കഴിയും. അപ്പോൾ ഒരേ സമയം തന്നെ അത് ഉപയോഗിക്കാനും അതിൽ നിന്ന് ലാഭം കൊയ്യാൻ കഴിയും എന്നുള്ളതാണ് വിദ്യാർത്ഥികളിൽ ഇത് വർദ്ധിക്കുന്നതിൻ്റെ മറ്റൊരു കാരണം. അപ്പോൾ ഇത്രമേൽ ഒരു ഭയങ്കര വ്യാപ്തിയിൽ ഈ സമൂഹത്തെ തന്നെ നശിപ്പിക്കാൻ കച്ചവട മേഖലയിലും നമ്മൾ ഒരു പക്ഷേ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ അടുത്ത് ക്രിസ്മസിനെ വിറ്റഴിച്ച മദ്യം, അതിൻ്റെ ലാഭം തന്നെ അധികമായി ലഭിച്ചു എന്ന വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു നിയമവ്യവസ്ഥയിൽ നമുക്ക് കുറച്ച് ചട്ടക്കൂടങ്ങൾ റെഡിയായെങ്കിൽ മാത്രമാണ് ഇതിനൊരു പരിഹാരമെന്ന് നമുക്കിതിൽ നിന്ന് ഈ ഒരു ചർച്ചയിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ സാർ പറഞ്ഞൊരു കാര്യമാണ്, അതിൽ സ്കൂളുകളിൽ ഈ ഒരു പരിഹാര മാർഗ്ഗങ്ങളും എന്നൊക്കെ നമുക്ക് മുന്നോട്ട് പോകണമെന്ന് തോന്നുന്നു. സാറിന് എന്തെങ്കിലും ഒന്ന് കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ ചേർക്കാമില്ല. നമുക്ക് കൂട്ടിച്ചേർക്കുന്നത്, നമുക്കിത് തടയുക, നമ്മുടെ കുട്ടികൾ ഇതിലേക്ക് പോകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. വീടുകളിലും അല്ലെങ്കിൽ വീടായിട്ട് നിൽക്കുമ്പോൾ, ഞാനിപ്പോൾ ഒരു ഇൻഡിവിജ്വലാണ്, ഞാൻ എൻ്റെ വീട്ടിലെ കാര്യം നോക്കുന്നു, എൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ കാര്യം നോക്കുന്നു, അതൊരു സമൂഹത്തിൻ്റെ കാര്യമായിരുന്നു. അപ്പോൾ നമുക്ക് ആ കുട്ടികൾ പോകാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ളതാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളെ നോ പറയാൻ പഠിപ്പിക്കുക, അവരെ സ്നേഹിക്കുക, ചേർത്ത് പിടിക്കുക. വളരെ വിനയത്തോടു കൂടി ആരെങ്കിലും ഒരു ഡ്രഗ്സ് കൊണ്ടുവന്നാൽ ഞാനത് ഉപയോഗിച്ചാൽ എൻ്റെ വീട്ടിലെ ഉമ്മയ്ക്കും വാപ്പയ്ക്കും അത് വിഷമമാകും, അത് വലിയ സങ്കടമാകും എന്നുള്ള തിരിച്ചറിവ് ഒരു മനക്കെട്ടിയോടാണ് ഞാൻ പറയുന്നത് പോലെ. അതൊരു ധൈര്യമാണ്. 14-15 വയസ്സിലൊരു കുട്ടി തീരുമാനമെടുക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. ഞാൻ അതാണ് പറയുന്നത്. അതൊരു നമ്മുടെ ഒരു ഗ്യാങ്ങിൻ്റെ തീരുമാനത്തിനനുസരിച്ച് സഞ്ചരിക്കേണ്ടി വരും. അതിനെ അതിജീവിച്ചുകൊണ്ട് നോ പറയാനുള്ള ഒരു ധൈര്യം കുട്ടികൾക്കുണ്ടാകുക എന്ന് പറയുന്നത് ചെറുതല്ല. അപ്പോൾ നിരവധിയായിട്ടുണ്ട്. നമുക്ക് ആൾട്ടർനേറ്റീവായിട്ടുള്ള ഡ്രഗ്സ്, അതായത് ലഹരി, ഇത് മാത്രമല്ലല്ലോ ലഹരി. ഞാൻ പറയുന്നത് ഇപ്പോൾ പൊതുപ്രവർത്തകനായ എനിക്ക് ലഹരി എന്ന് പറയുന്നത് ആളുകളെ അല്ലെങ്കിൽ ആ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനവും ചർച്ചകളും അതൊക്കെയാണ് എൻ്റെ ലഹരിയെങ്കിൽ, കായിക രംഗത്തേക്ക് പോയി കായികപരമായിട്ടുള്ള കഴിവുകളെ തിരിച്ചറിഞ്ഞ് അത് പ്രോത്സാഹിപ്പിക്കുക. അതാണ് അവരുടെ ലഹരി എന്ന് തിരിച്ചറിഞ്ഞ് അവർ ആ പോയിന്റിലേക്ക് വിടുക എന്നുള്ളതാണ്. നമുക്ക് പകരം കുട്ടികൾക്ക് നല്ലൊരു ലഹരി കൊടുക്കുക. അത് ക്രിക്കറ്റ് ആവാം, ഫുട്ബോൾ ആവാം, സ്പോർട്സ് ആവാം, കലയാവും. അത് ഒരു നല്ലൊരു ഉപാധിയാണ്. അപ്പം നമ്മൾ അവരതിലേക്ക് പോകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. അവരെ കളിക്കാൻ വിടുക. വീട്ടിനകത്ത് കെട്ടിയിട്ട് വളർത്തുക എന്നുള്ളത് തന്നെ തെറ്റാണ്. നമ്മൾ അവരെ കളിക്കാൻ പോകുന്ന സ്ഥലത്ത് അവർക്ക് അതല്ല നമ്മുടെ കയ്യിൽ നിൽക്കാതെ വരും. അപ്പോൾ കളിക്കാൻ വിടുക. അതുപോലെ തന്നെ ആത്മീയ പഠനം, മതപഠനം വളരെ ശ്രദ്ധേയമായി നമുക്ക് ഇന്നത്തെ ലോകത്ത് നമുക്ക് ശരിക്കും നല്ലൊരു മതേതരവാദി അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യന് മതം അറിയാവുന്നവനും മതം പഠിക്കുന്നവർക്കുമാണ് നല്ല മനുഷ്യരായി മാറാൻ കഴിയുന്നത്. ഏറ്റവും കരുത്തരായിട്ടുള്ള ആളുകൾ ലോകത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. നമുക്കറിയാം മദർ തെരേസ അടക്കമുള്ള ലോകത്തിലെ ഏറ്റവും കരുണയായ സ്ത്രീ, അവരാളുകളെ സ്നേഹിക്കുന്നതും ചേർത്ത് പിടിക്കുന്നതും മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. മതം മനുഷ്യരെ സ്നേഹിക്കാനാണ് പഠിപ്പിക്കുന്നത്. ഈ തിന്മ, അതായത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല, മദ്യം ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെ തിന്മകളെ ഉപേക്ഷിക്കണം
പഠിക്കണമെന്ന് ഏറ്റവും ശക്തമായി പറയുന്ന മതഗ്രന്ഥങ്ങളാണ്. മതഗ്രന്ഥങ്ങളെ കൃത്യമായി പഠിക്കുക എന്നുള്ളത് കൂടിയുണ്ട്. ഏത് മതത്തിലാണ് പറയാത്തത്? ഇപ്പൊ ക്രൈസ്തവ ബൈബിൾ എടുത്ത് നോക്കിയാൽ പറഞ്ഞത് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആലയം എന്നാണ് പറയുന്നത്. അതിനെ ഈ ലഹരി കൊണ്ട് അശുദ്ധമാക്കരുത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഖുറാനിൽ പറയുന്നത് ശൈത്താന്റെ കളികളാണ് എന്ന് പറയുന്നു, വലയത്തിൽ വിഴല് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഹൈന്ദവ ഗ്രന്ഥങ്ങളെല്ലാം പറയുന്നു നമ്മുടെ ബോധത്തെ നശിപ്പിക്കുന്ന ഒന്നിനെയും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും മതഗ്രന്ഥങ്ങൾ മതം എന്താണെന്ന് കൃത്യമായി പഠിക്കുക. ആ മതം പഠിച്ചാൽ പോലും മനുഷ്യന് നന്നായി പോകാൻ കഴിയും. വലിയ ആത്മീയമായ നിയന്ത്രണം ഉണ്ടാവും, സെൽഫ് കൺട്രോൾ ഉണ്ടാവും, ഇല്ലേ? നമുക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, തിന്മയിലേക്കുള്ള പാതയിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളൊരു ആത്മനിയന്ത്രണം ഉണ്ടാകണമെങ്കിൽ അത്തരത്തിലുള്ള പഠനങ്ങൾ ആവശ്യമാണ്. അപ്പോൾ നിരവധിയായിട്ടുള്ള ഇത്തരത്തിൽ സെൽഫ് കൺട്രോളും നമ്മുടെ വീട്ടിലെ സാഹചര്യവും ഒക്കെ നമ്മൾ നിയന്ത്രിച്ച് അവരെ ഇതിലേക്ക് കടത്തിവിടാതിരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ എല്ലാം കഴിഞ്ഞതിന് ശേഷം റീഹാബിലിറ്റേഷൻ സെന്ററും കൊടുത്ത് അവരെ കേസെടുത്ത് ജയിലിലിട്ട് അവരെ തിരുത്താൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് നമ്മൾ ഉണ്ടാകണം. മുളയിലേ നുള്ളുക എന്നുള്ളതല്ലാതെ മറ്റു പരിഹാരമില്ല. കുട്ടികൾക്ക് കൊടുക്കുന്ന ബോധവൽക്കരണം അതെ നല്ലതുപോലുള്ള പ്രത്യേക ബോധവൽക്കരണം തന്നെ കൊടുക്കണം. എന്താണ് കാരണം വെച്ചാൽ നമുക്കറിയാം കോവിഡ് എന്ന മഹാമാരി ഈ ലോകത്ത് പ്രവേശിച്ചപ്പോൾ എത്രമാത്രം കൈകോർത്താണ് നമ്മളതിനെ ചെറുക്കാൻ ശ്രമിച്ചത്. എന്നാൽ യഥാർത്ഥത്തിലൊരു കുടുംബത്തെ മൊത്തം തുലയ്ക്കുന്ന, നമുക്കറിയാം മനുഷ്യൻ എന്ന പദത്തിൻ്റെ അർത്ഥം മനനം ചെയ്യുന്നവൻ എന്നാണ്. ഈ മനനം ചെയ്യുക എന്നുള്ള അവൻ്റെ വികാരത്തെ, അവൻ്റെ സ്വഭാവത്തെ എടുത്തു കളയാനാണ് യഥാർത്ഥത്തിൽ ഈ ലഹരി ചെയ്യുന്നത്. ഏത് ലഹരി ആയിക്കോട്ടെ. അപ്പോൾ മനനം ചെയ്യാൻ കഴിവില്ലാത്തൊരു മനുഷ്യൻ മനുഷ്യനല്ലാതാവുകയാണ്. അത് ഈ കോവിഡ് സമയത്ത് നമുക്ക് ഈ കോവിഡിനേക്കാൾ വലിയ മഹാമാരിയാണ് ലഹരി. 100%. കോവിഡ് വന്ന സമയത്ത് അധികാരികൾ വലിയ കാർക്കശ്യത്തോടു കൂടി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു, ഇല്ലേ? എത്ര ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാണ് ആ അസുഖത്തെ തുരത്തിയത്. അതിനേക്കാൾ മാരകമായ രോഗമാണ് ലഹരി. അതിനെ തുടച്ചു നിർത്താൻ വേണ്ടി ഇത്തരത്തിലുള്ള വലിയ നിലപാടെടുക്കാൻ നമ്മുടെ ഭരണകൂടത്തിന് കഴിയുന്നില്ല. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് കോവിഡിന് വേണ്ടി എടുത്ത എഫേർട്ട് ഇതിനു വേണ്ടി ലോകരാജ്യങ്ങൾ എടുത്തിരുന്നെങ്കിൽ പിന്നെ എങ്ങനെ കുട്ടികളെ ലഹരിയിൽ നിന്ന് മാറ്റാം എന്നുള്ള വഴി വളരെ മനോഹരമായി അദ്ദേഹം വിശദീകരിച്ചു. അതിൽ പ്രധാനമായും അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ മാത്രമല്ല ഈ പരിഹാരം പറയുന്ന പല സ്ഥലങ്ങളിലും കാണുന്നതാണ് കളി എന്നുള്ളത്. അവിടെ എനിക്കൊരു കൂട്ടിച്ചേർക്കാനുള്ള ഒരു വിഷയമുണ്ട്. ഇന്ന് പൊതു കളിസ്ഥലങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള സ്ഥലങ്ങളാണ് ടർഫുകൾ. ഇന്ന് എല്ലാ പ്രദേശത്തും ടർഫുകൾ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പണ്ട് കാലത്ത് സന്ധ്യസമയമാകുമ്പോൾ കളി അവസാനിപ്പിച്ച് കുട്ടികൾ വീട്ടിലേക്ക് വരുമെങ്കിൽ ഇന്ന് ടർഫുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കളികൾ സന്ധ്യയാവുമ്പോഴാണ് ടർഫിലെ വെളിച്ചത്തിൽ ആരംഭിക്കുന്നത്. ആ ടർഫുകൾ ഇന്ന് രാസലഹരികൾ കൈമാറ്റം ചെയ്യുന്നത്, കച്ചവടം നടത്തുന്നത്, ഉപയോഗിക്കുന്ന കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് രക്ഷിതാക്കൾ തിരിച്ചറിയുന്നു. യാഥാർത്ഥ്യമാണ് ജമീൽ മാഷ് പറഞ്ഞു. സാറ് പറഞ്ഞൊരു പരിഹാര മാർഗം എന്നത് കുട്ടികളുടെ ഒരു മൈൻഡ് സെറ്റിനെ ഒന്ന് മാറ്റി ആ ഒരു മേഖലയിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയൊരു പരിഹാരമാണ്. പക്ഷെ അവിടെയും ഇന്ന് ഈ ലഹരി എന്ന മഹാമാരി കടന്നുകൂടിയിട്ടുണ്ട് എന്നും 1 മണിക്കൂറോ 2 മണിക്കൂറോ കളിക്കാൻ മാത്രം സ്റ്റാമിനയുള്ളൊരു മനുഷ്യൻ രാവിലെ വരെ കളിക്കാൻ മാറുന്നൊരവസ്ഥ, അത് ഇതിൻ്റെ ഒരു അപകടം തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ ഒരു സെഷൻ്റെ ഒരു കൺക്ലൂഡിലേക്ക് പോകണം. സാറിൻ്റെ വളരെ വിലപ്പെട്ട സമയം നൽകി നല്ലൊരു പരിഹാര മാർഗ്ഗമാണ് ഇവിടെ നിർദ്ദേശിച്ചത്. അതിനോടൊപ്പം ചേർത്ത് വെക്കാൻ സാറിൻ്റെ ഒരു അവസാനത്തെ പോയിന്റ് ഞാൻ എടുത്തു പറയാണ്. മതം ഒരു പരിഹാരത്തിൻ്റെ മേഖലയാണ്. ഇപ്പോൾ ഒരു വാഹനം ഇടിച്ചു എന്ന് പറഞ്ഞ് അതിൻ്റെ വാഹനത്തിന് ഒരാളും കൊണ്ട് ജയിലിൽ അടച്ചാടില്ല, വാഹനത്തിന് കൊണ്ട് ജയിലിൽ അടച്ചാടില്ല. എന്നാൽ ആ വാഹനം ഇടിക്കാനുണ്ടായ കാരണത്തെ, അതിൻ്റെ പ്രശ്നം എന്താണ്, ക്ലച്ചാണോ ബ്രേക്കാണോ എന്നൊരു കാര്യം നോക്കിയിട്ട് അത് ശരിയാക്കിയിട്ട് അത് ഓടിച്ചാൽ എന്ത് ചെയ്യും, കൊണ്ട് ജയിലിലിടെയോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളിലേക്ക്. അപ്പൊ അത് ഓടിക്കുന്ന ഒരു മനുഷ്യന് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആ മനുഷ്യന്റെ പ്രശ്നങ്ങൾ ഒരു പക്ഷേ ഈ മാറ്റാൻ, ഭൗതികമായി മാറ്റാൻ വേണ്ടി അഡിക്ഷൻ സെന്ററുകൾക്കോ മരുന്നുകൾക്കോ മെഡിസിനുകൾക്കോ സാധിച്ചില്ല. പക്ഷെ മനസ്സിനെ മാറ്റാൻ ഈ ഒരു പ്രശ്നം കൊണ്ട് നമ്മൾ കണ്ട എന്താണ്, അയാൾ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് വന്നിട്ട് അയാൾ മനസ്സ് മാറിയിട്ടില്ല. അപ്പൊ മനസ്സിനെ മാറ്റാൻ വേണ്ടി പറ്റുന്നത് മതമാണ്. ആ മതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന, ഈ ലോകത്തിനപ്പുറം ഒരു ലോകമുണ്ട് എന്നും പരലോകത്തേക്ക് ഒരു യാത്രയുണ്ട് എന്നും ഈ ലോകം പെട്ടെന്നുണ്ടായതല്ല എന്നും അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവമാണ് എന്നും ഈ ലോകത്തിന് ശേഷം അയ്യഹ്സബുൽ ഇൻസാനു അയ്യുത്രക സുദാ, മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ വെറുതെ വിട്ടേക്കപ്പെടുമെന്നും? ഇല്ല, വെറുതെ വിട്ടേക്കപ്പെടുകയില്ല, അവനെ പിടിക്കപ്പെടുമെന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തി ചിന്തിക്കുമ്പോഴേ മനുഷ്യൻ മാറുകയുള്ളൂ. ഒരു ഡാർക്ക് ഗേജിൽ നിന്ന് ഇസ്ലാമിൻ്റെ ഒരു മാറ്റം ഉണ്ടായത്, ലഹരിയും പെണ്ണും വാറിനും യുദ്ധത്തിനും വേണ്ടി ജീവിച്ചൊരു സമൂഹത്തെ മാറ്റാൻ
കള്ളിൻ്റെ കുപ്പി, അതിൻ്റെ പാനകൾ അവിടെ നിന്ന് ഒഴിവാക്കണമെന്ന ദൈവിക കൽപ്പന ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് അവർ ഒഴുക്കി ചാലുകളായി മാറാനുണ്ടായ കാരണം ആ ഒരു വിശ്വാസത്തിലേക്ക്, ആ ഒരു മാനസികമായ മാറ്റം ഉണ്ടാകുമ്പോഴാണ്. അതിൻ്റെ ഒരു പരിഹാരത്തിലേക്ക് ഇൻഷാ അല്ലാഹ് മഗ്‌രിബിന് ശേഷമുള്ള സെഷനിലേക്ക് നമ്മൾ പോകും. ഈ നാട്ടിൽ ഇത് കടന്നു വന്ന വഴികൾ, അങ്ങനത്തുള്ള ചിന്തകൾ, അതിൻ്റെ ചർച്ചകൾ നമുക്ക് വരാനുണ്ട്. ബഹുമാനായ മുജാഹിദ് ബാലശ്ശേരി സംസാരിക്കാനുണ്ട്, ജസ്റ്റിസ് ഷംനാഥ് സാർ നമ്മളോട് സംസാരിക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു പോലീസ് ഓഫീസർ ഹരികൃഷ്ണൻ സാർ, എക്സൈസ് തിരുവനന്തപുരം റേഞ്ച് ഇൻസ്പെക്ടർ, അദ്ദേഹം നമ്മളോടൊപ്പം ചേരാനുണ്ട്. സാറിൻ്റെ ഈ വിലപ്പെട്ട മാത്രമല്ല ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ ഒരു കാരണമായി നമ്മൾ ചർച്ച ചെയ്തോളൂ, അതായത് അതിന്റെ ലഭ്യത വർദ്ധിക്കുന്നു. ഇനിയും അത് വ്യാപിക്കാനുണ്ടായ ഒരു ചർച്ചയിലേക്ക് നമ്മൾ മഗ്‌രിബിന് ശേഷം പോകും. ഇപ്പോൾ മഗ്‌രിബിന്റെ സമയത്തേക്കാണ്. ഈ സാറിന്റെ വിലപ്പെട്ട സമയം ബഹുമാനനായ ഷജീർ നേമം, ജില്ലാ പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിന്റെ അവർക്ക് കൃതജ്ഞത നേരുകയാണ്. വളരെയധികം സന്തോഷം സാർ. വളരെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ ഇതിനോട് അനുകൂലി സംസാരിച്ചതിനും മറ്റു വിഷയങ്ങൾ ഇടപെട്ട മേഖലയിൽ സംസാരിച്ചതിനും വളരെയധികം നന്ദി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പേരിൽ നേരുന്നു. ഇൻഷാ അല്ലാഹ് വരുന്ന ഫെബ്രുവരി 23 ഇത്തരം പ്രശ്നങ്ങൾക്ക്, അസംതൃപ്തമായ കുടുംബ സംവിധാനങ്ങൾക്ക് സംതൃപ്തമായ കുടുംബം വിശ്വാസ വിശുദ്ധിയിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന വലിയ പ്രമേയം വെച്ച് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരളത്തിൻ്റെ അങ്ങേയറ്റം കാസർഗോഡ് മുതൽ ഇങ്ങ് തലസ്ഥാനത്തേക്ക് അവസാനം എത്തി നിൽക്കുന്ന 17ാമത്തെ അവസാനത്തെ കോൺഫറൻസ് പുത്തിരിക്കണ്ട മൈതാനത്ത് സംഘടിപ്പിക്കാനിരിക്കുകയാണ്. അതിൽ സാറിൻ്റെ ഒരു പങ്കാളിത്തം ഉണ്ടാകണം. വളരെയധികം സ്നേഹം. ജസാക്കുമുല്ലാഹ് ഖൈർ. നന്ദിയുണ്ട് സാർ. നമ്മൾ മഗ്‌രിബ് നമസ്കാരത്തിലേക്ക് പിരിയുകയാണ്.